ഓട്ടോ സർവീസ് ടെക്നീഷ്യൻ ലെവൽ 4 ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. സ്റ്റിയറിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഡ്രൈവറിന്റെ സീറ്റിന്റെ മുൻഭാഗത്തായി ഘടിപ്പിച്ചിരിക്കുന്ന സ്റ്റിയറിംഗ് വീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സ്റ്റിയറിംഗ് വീൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സുമായും സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് സ്റ്റിയറിംഗ് ലിങ്കേജസുമായും ഘടിപ്പിച്ചിരിക്കുന്നു. ഡ്രൈവർ സ്റ്റിയറിംഗ് വീൽ തിരിക്കുമ്പോഴുണ്ടാകുന്ന സർക്കുലർ മോഷനെ റോഡ് വീലിന്റെ ടേണിംഗ് മോഷനാക്കി മാറ്റുകയാണ് സ്റ്റിയറിംഗ് സിസ്റ്റം ചെയ്യുന്നത്. എന്താണ് സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് നമുക്ക് വിശദമായി പഠിക്കാം. സ്റ്റിയറിംഗ് സിസ്റ്റം എ സെറ്റ് ഓഫ് മെക്കാനിസം യൂസ്ഡ് ടു കൺട്രോൾ ദ പാത്ത് ഫോളോഡ് ബൈ ദി വെഹിക്കിൾ. വാഹനത്തിന്റെ ദിശ നിയന്ത്രിക്കുന്നതിന് ഡ്രൈവറെ സഹായിക്കുന്ന ഒരു കൂട്ടം മെക്കാനിസം ചേർന്ന സിസ്റ്റമാണ് സ്റ്റിയറിംഗ് സിസ്റ്റം. കീ ലിങ്ക് ബിറ്റ്വീൻ ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ. ഡ്രൈവറും വാഹനവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്കായി പ്രവർത്തിക്കുന്നു. അലൗ ഡ്രൈവർ ടു ഗൈഡ് ദി വെഹിക്കിൾ. വാഹനത്തെ അപകടം കൂടാതെ നിയന്ത്രിക്കുന്നതിന് സ്റ്റിയറിംഗ് സിസ്റ്റം ഡ്രൈവറെ സഹായിക്കുന്നു. ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് സ്റ്റിയറിംഗ് വീൽ, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, സ്റ്റിയറിംഗ് ലിങ്കേജസ്. സ്റ്റിയറിംഗ് വീൽ, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, സ്റ്റിയറിംഗ് ലിങ്കേജസ് എന്നിവ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്നു. ഫങ്ഷൻസ് ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റം. സ്റ്റിയറിംഗ് സിസ്റ്റത്തിന്റെ ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം. മൾട്ടിപ്ലൈസ് ഇഫർട്ട് ഓഫ് ഡ്രൈവർ. സ്റ്റിയറിംഗ് വീലിൽ ഡ്രൈവർ കൊടുക്കുന്ന ചെറിയ ഫോഴ്സിനെ വലിയ ഫോഴ്സാക്കി മാറ്റുന്നു. പ്രൊവൈഡ്സ് ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി ഫോർ ദി വെഹിക്കിൾ. വാഹനങ്ങൾക്ക് ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി നൽകുന്നു. ഒരു വളവിന് ശേഷം ഡ്രൈവർ സ്റ്റിയറിംഗ് വീൽ തിരിക്കാതിരുന്നാൽ വാഹനത്തിന്റെ റോഡ് വീൽ സ്ട്രെയിറ്റ് എഹെഡ് പൊസിഷനിൽ വന്നു നിൽക്കണം. അതാണ് ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി. അലോ ഫോർ സസ്പെൻഷൻ ആക്ഷൻ. വാഹനത്തിന്റെ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ അനുവദിക്കുന്നതായിരിക്കണം സ്റ്റിയറിംഗ് സിസ്റ്റം. വാഹനത്തിൽ അനുഭവപ്പെടുന്ന ഷോക്ക് യാത്രക്കാർക്ക് അനുഭവപ്പെടാതെ സഹായിക്കുന്നത് സസ്പെൻഷൻ സിസ്റ്റമാണ്. കൺവേർട്ട് റോട്ടറി മോഷൻ ഇൻടു ആംഗുലാർ ടേൺ ഓഫ് വീൽ. സ്റ്റിയറിംഗ് വീൽ തിരിക്കുമ്പോഴുള്ള റോട്ടറി മോഷനെ റോഡ് വീലിന്റെ ആംഗുലാർ മോഷനാക്കി മാറ്റുന്നു. ഇംപ്രൂവ്സ് ടയർ ലൈഫ് ബൈ പ്രോപ്പർ ടയർ ടു റോഡ് കോണ്ടാക്ട്. ശരിയായ രീതിയിലുള്ള ടയറും റോഡും കോണ്ടാക്ട് വഴി ടയറിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. അബ്സോർബ്സ് പാർട്ട് ഓഫ് റോഡ് ഷോക്സ്. റോഡ് ഷോക്കിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ക്യാരീസ് സേഫ്റ്റി ഡിവൈസസ് ലൈക്ക് എയർ ബാഗ്സ്. എയർ ബാഗ്സ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങളും സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു. റിക്വയർമെന്റ്സ് ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റം. സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഷുഡ് മൾട്ടിപ്ലൈ ദ ടേണിംഗ് ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ഡ്രൈവർ. ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ചെറിയ ഫോഴ്സിനെ വലിയ ഫോഴ്സാക്കി മാറ്റാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഷുഡ് പ്രൊട്ടക്ട് ഡ്രൈവർ ഫ്രം റോഡ് ഷോക്സ്. ഡ്രൈവറിനെ റോഡ് ഷോക്കിൽ നിന്ന് സംരക്ഷിക്കണം. ഈസി ടു ഹാൻഡിൽ. സുഗമമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കണം. ഇറ്റ് ഷുഡ് ബി വെരി ആക്യുറേറ്റ്. വളരെ കൃത്യതയുള്ളതായിരിക്കണം. ഷുഡ് പ്രൊവൈഡ് ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി. വാഹനങ്ങൾക്ക് ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി നൽകണം. ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ എന്താണെന്ന് നോക്കാം. 1. സ്റ്റിയറിംഗ് വീൽ. 2. സ്റ്റിയറിംഗ് കോളം. 3. സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. 4. പിറ്റ്മാൻ ആം അഥവാ ഡ്രോപ്പ് ആം. 5. ലിങ്ക് റോഡ് അഥവാ ഡ്രാഗ് ലിങ്ക്. 6. സ്റ്റിയറിംഗ് ആം അഥവാ ലിങ്ക് റോഡ് ആം. 7. ട്രാക്ക് റോഡ് അഥവാ ടൈ റോഡ്. ഇത് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് കോളം, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. പ്രധാനമായും 5 തരം സ്റ്റിയറിംഗ് ഗിയർ ബോക്സുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, വോം ആൻഡ് വീൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, ക്യാം ആൻഡ് ഡബിൾ റോളർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, വോം ആൻഡ് നട്ട് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. ഇത് പിറ്റ്മാൻ ആം അഥവാ ഡ്രോപ്പ് ആം, ലിങ്ക് റോഡ് അഥവാ ഡ്രാഗ് ലിങ്ക്,
സ്റ്റിയറിംഗ് ആം അഥവാ ലിങ്ക് റോഡ് ആം, ട്രാക്ക് റോഡ് അഥവാ ടൈ റോഡ്. എന്താണ് സ്റ്റിയറിംഗ് ലിങ്കേജസ്? ഫിഗർ ഷോസ് ദ സ്റ്റിയറിംഗ് ലിങ്കേജസ് ഓഫ് എ വെഹിക്കിൾ. ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ലിങ്കേജ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ദ പിറ്റ്മാൻ ആം ഈസ് കണക്റ്റഡ് ടു ദ ക്രോസ് ഷാഫ്റ്റ് ഓഫ് ദി സ്റ്റിയറിംഗ് ഗിയർ അറ്റ് വൺ എൻഡ്. ഗിയർ ബോക്സിന്റെ ക്രോസ് ഷാഫ്റ്റിന്റെ ഒരു ഭാഗത്ത് പിറ്റ്മാൻ ആം ഘടിപ്പിച്ചിരിക്കുന്നു. ദ അതർ എൻഡ് ഈസ് കണക്റ്റഡ് ടു ദ ലിങ്ക് റോഡ് ത്രൂ എ ബോൾ ജോയിന്റ്. ഒരു ബോൾ ജോയിന്റ് വഴി മറ്റേ അറ്റം ഒരു ലിങ്ക് റോഡിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ദ ലിങ്ക് റോഡ് ഈസ് കണക്റ്റഡ് ടു ദ സ്റ്റിയറിംഗ് ആം ത്രൂ എ ബോൾ ജോയിന്റ്. ഒരു ബോൾ ജോയിന്റിന്റെ സഹായത്താൽ ലിങ്ക് റോഡ് സ്റ്റിയറിംഗ് ആമിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ദ സ്റ്റിയറിംഗ് ആം ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റബ് ആക്സിൽ ഓൺ വിച്ച് ദ റോഡ് വീൽ ഈസ് മൗണ്ടഡ്. വാഹനത്തിന്റെ റോഡ് വീലിന്റെ സ്റ്റബ് ആക്സിലിൽ സ്റ്റിയറിംഗ് ആം ഘടിപ്പിച്ചിരിക്കുന്നു. ഈച്ച് സ്റ്റബ് ആക്സിൽ ഹാസ് എ ഫോർജ്ഡ് ട്രാക്ക് റോഡ് ആം റിജിഡ്ലി ബോൾട്ടഡ് ടു ദ വീൽ ആക്സിസ്. സ്റ്റബ് ആക്സിലെ ട്രാക്ക് റോഡ് ആം റോഡ് വീലിന്റെ ആക്സിസുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ദ അതർ എൻഡ്സ് ഓഫ് ദി ട്രാക്ക് റോഡ് ആംസ് ആർ കണക്റ്റഡ് ടു ദ ട്രാക്ക് റോഡ് ബൈ മീൻസ് ഓഫ് ബോൾ ജോയിന്റ്സ്. ബോൾ ജോയിന്റ്സിന്റെ സഹായത്താൽ ട്രാക്ക് റോഡ് ആം ട്രാക്ക് റോഡുമായി ഘടിപ്പിച്ചിരിക്കുന്നു. വർക്കിംഗ്. When steering wheel is turned, swinging action of the pitman arm imparts a linear movement to the link rod. ഡ്രൈവർ സ്റ്റിയറിംഗ് വീൽ തിരിക്കുമ്പോൾ പിറ്റ്മാൻ ആമിന്റെ സ്വിംഗിംഗ് മോഷൻ ലിങ്ക് റോഡിൽ ലീനിയർ മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നു. ദിസ് മൂവ്മെന്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സ്റ്റിയറിംഗ് ആം ടു ദ സ്റ്റബ് ആക്സിൽ. ഈ ചലനം സ്റ്റിയറിംഗ് ആം വഴി സ്റ്റബ് ആക്സിലിൽ എത്തുന്നു. So the stub axle turns about its pivot. The other wheel is steered through the track rod. Stub axle അതിന്റെ പിവട്ടിൽ തിരിയുകയും വീലിനെ തിരിക്കുകയും ചെയ്യുന്നു. തൊട്ടടുത്ത വീൽ ട്രാക്ക് റോഡിന്റെ സഹായത്താൽ തിരിയുന്നു. ലളിതമായി പറഞ്ഞാൽ ഡ്രൈവർ സ്റ്റിയറിംഗ് വീൽ തിരിക്കുമ്പോഴുണ്ടാകുന്ന റോട്ടറി മോഷൻ സ്റ്റിയറിംഗ് കോളം വഴി സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൽ എത്തുന്നു. ഗിയർ ബോക്സുമായി ഘടിപ്പിച്ചിരിക്കുന്ന പിറ്റ്മാൻ ആമിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം, അതായത് സ്വിംഗിംഗ് മോഷൻ വഴി ലിങ്ക് റോഡിൽ ലീനിയർ മൂവ്മെന്റ്സ് ഉണ്ടാകുന്നു. ഈ മൂവ്മെന്റ്സ് സ്റ്റിയറിംഗ് ആം വഴി സ്റ്റബ് ആക്സിലെത്തുന്നു. സ്റ്റബ് ആക്സിൽ തിരിയുകയും ട്രാക്ക് റോഡിന്റെ സഹായത്താൽ അടുത്ത വീലിനെ തിരിക്കുകയും ചെയ്യുന്നു. ടൈപ്സ് ഓഫ് സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗ് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്: മാനുവൽ സ്റ്റിയറിംഗും പവർ സ്റ്റിയറിംഗും. മാനുവൽ സ്റ്റിയറിംഗ് റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് എന്നും വോം ആൻഡ് റോളർ സ്റ്റിയറിംഗ് എന്നും തിരിച്ചിരിക്കുന്നു. പവർ സ്റ്റിയറിംഗിനെ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് എന്നും ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് എന്നും തിരിച്ചിട്ടുണ്ട്. മാനുവൽ സ്റ്റിയറിംഗും പവർ സ്റ്റിയറിംഗ് എന്താണെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം. മെയിൻ ടൈപ്സ് ഓഫ് സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗ് സിസ്റ്റത്തെ മാനുവൽ സ്റ്റിയറിംഗ് സിസ്റ്റം എന്നും പവർ സ്റ്റിയറിംഗ് സിസ്റ്റം എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. മാനുവൽ സ്റ്റിയറിംഗ് സിസ്റ്റം സെവറൽ ടൈപ്സ് ഉണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പും വോം ആൻഡ് റോളർ ടൈപ്പും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം എന്നും ഇലക്ട്രിക് അഥവാ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം എന്നും തിരിച്ചിരിക്കുന്നു. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിനെ തന്നെയാണ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം എന്നും അറിയപ്പെടുന്നത്. എന്താണ് മാനുവൽ സ്റ്റിയറിംഗ് സിസ്റ്റം, അവയുടെ പ്രവർത്തനം, എന്താണ് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം, അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. മാനുവൽ സ്റ്റിയറിംഗ് സിസ്റ്റം. മാനുവൽ ഫോഴ്സ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റിയറിംഗ് ദി വെഹിക്കിൾ. ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന എഫേർട്ട് മാത്രമാണ് വാഹനത്തെ തിരിക്കാൻ ഉപയോഗിക്കുന്നത്. ഡ്രൈവർ ഡസ് ഓൾ ദി വർക്ക്. എല്ലാ വർക്കും ചെയ്യുന്നത് ഡ്രൈവർ ആണ്. There are several types of manual steering systems.
The main types are rack and pinion type and worm and roller type. മാനുവൽ സ്റ്റിയറിംഗ് സിസ്റ്റം പല ടൈപ്സും ഉണ്ട്. എന്നാൽ പ്രധാനപ്പെട്ടവ റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പും വോം ആൻഡ് റോളർ ടൈപ്പും ആണ്. ഈ രണ്ട് സിസ്റ്റവും നമുക്ക് പഠിക്കാം. ചിത്രത്തിൽ റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് സ്റ്റിയറിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചിരിക്കുന്നു. റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് വർക്കിംഗ്. When the steering wheel is turned, the rotary motion of the steering wheel is transmitted to the pinion of the steering gear. സ്റ്റിയറിംഗ് വീൽ ഡ്രൈവർ തിരിക്കുമ്പോൾ വീലിൻ്റെ റോട്ടറി മോഷൻ സ്റ്റിയറിംഗ് ഗിയറിലെ പിനിയനിൽ എത്തുന്നു. ദ പിനിയൻ ഈസ് ഇൻ മെഷ് വിത്ത് എ റാക്ക്. പിനിയൻ റാക്കുമായി സമ്പർക്കത്തിലിരിക്കുന്നു. ദ സർക്കുലാർ മോഷൻ ഓഫ് ദ പിനിയൻ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി ലീനിയർ റാക്ക് മൂവ്മെൻറ്റ്. പിനിയൻ്റെ സർക്കുലാർ മോഷൻ റാക്കിൻ്റെ ലീനിയർ മോഷനായി മാറുന്നു. ബോൾ ജോയിൻസ് ആൻഡ് ടൈ റോഡ്സ് ട്രാൻസ്ഫർ ദിസ് മൂവ്മെൻറ്റ്സ് ടു ദ സ്റ്റബ് ആക്സിൽ ഫോർ ദ വീൽ ടു ബി സ്റ്റിയേർഡ്. ബോൾ ജോയിൻറ്റുകളും ടൈ റോഡ്സും ഈ ചലനത്തെ സ്റ്റബ് ആക്സിലിൽ കൊടുക്കുകയും റോഡ് വീൽ തിരിയുകയും ചെയ്യുന്നു. വോം ആൻഡ് റോളർ ടൈപ്പ് സ്റ്റിയറിംഗിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. വോം ആൻഡ് റോളർ ടൈപ്പ് വർക്കിംഗ്. എ വോം ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദി സ്റ്റിയറിംഗ് കോളം. സ്റ്റിയറിംഗ് കോളത്തിൻ്റെ അഗ്രഭാഗത്തായി ഒരു വോം ഘടിപ്പിച്ചിട്ടുണ്ട്. എ റോളർ ഈസ് ഇൻ മെഷ് വിത്ത് ദിസ് ഓം. ഒരു റോളർ ഈ വോം ആയി മെഷ് ചെയ്തിരിക്കുന്നു. ദ റോളർ ഹാസ് എ ക്രോസ് ഷാഫ്റ്റ് വിച്ച് ഈസ് ഫിറ്റഡ് ടു എ ഡ്രോപ്പ് ആം. റോളറിൻ്റെ ക്രോസ് ഷാഫ്റ്റിൽ ഒരു ഡ്രോപ്പ് ആം ഘടിപ്പിച്ചിരിക്കുന്നു. വെൻ ദ സ്റ്റിയറിംഗ് വീൽ ഈസ് റൊട്ടേറ്റഡ്, ദ കോളം ആൻഡ് റോളർ റൊട്ടേറ്റ്സ്. ഡ്രൈവർ സ്റ്റിയറിംഗ് വീൽ തിരിക്കുമ്പോൾ കോളവും അതോടൊപ്പം റോളറും തിരിയുന്നു. ദി ക്രോസ് ഷാഫ്റ്റ് ഓഫ് ദ റോളർ ഓൾസോ റൊട്ടേറ്റ്സ് ആൻഡ് മൂവ്സ് ദ ഡ്രോപ്പ് ആം വിച്ച് ഈസ് ഇൻ ടേൺ റൊട്ടേറ്റ് ദി വീൽ. റോളറിൻ്റെ ക്രോസ് ഷാഫ്റ്റ് തിരിയുകയും അത് ഡ്രോപ്പ് ആമിനെ ചലിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി റോഡ് വീൽ തിരിയുന്നു. പവർ സ്റ്റിയറിംഗ്. പവർ സ്റ്റിയറിംഗ് ഈസ് ഓൾസോ നോൺ ആസ് പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ്. പവർ സ്റ്റിയറിംഗിനെ പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് എന്നും അറിയപ്പെടുന്നു. വെഹിക്കിൾ സ്റ്റിയേഴ്സ് ബൈ പവർ അസിസ്റ്റ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് അതർ ദാൻ ഡ്രൈവേഴ്സ് എഫേർട്ട്. ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന എഫേർട്ടിന് പുറമേ മറ്റൊരു സോഴ്സിൽ നിന്നുകൂടി പവർ ലഭിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ദ ഡ്രൈവർ ടു സ്റ്റിയർ ഈസിലി വിത്ത് ലെസ് എഫേർട്ട്. വളരെ ചെറിയ എഫേർട്ടിൽ വാഹനങ്ങളെ പെട്ടെന്ന് തിരിക്കാൻ ഡ്രൈവർക്ക് സാധിക്കുന്നു. ഇറ്റ് യൂസസ് ഹൈഡ്രോളിക് ഓർ ഇലക്ട്രിക് പവർ. ഇതിനു വേണ്ടി പ്രധാനമായും ഹൈഡ്രോളിക് പവറോ ഇലക്ട്രിക് പവറോ ഉപയോഗിക്കുന്നു. ഹെൽപ്സ് ദ സ്റ്റിയറിംഗ് ഓഫ് ഹെവി വെഹിക്കിൾസ്. ഭാരം കൂടിയ വാഹനങ്ങളെ തിരിക്കാൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ചിത്രം മനസ്സിലാക്കുക. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് യൂസസ് ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഫോർ സ്റ്റിയറിംഗ് ദി വെഹിക്കിൾ. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൽ വാഹനങ്ങളുടെ വീൽ തിരിക്കാനായി ഹൈഡ്രോളിക് പവർ ഉപയോഗിക്കുന്നു. പ്രഷർ ഫ്രം ദ ഓയിൽ പമ്പ് ഈസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് എ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ അസംബ്ലി. ഓയിൽ പമ്പ് നൽകുന്ന പ്രഷർ ഉപയോഗിച്ച് പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലിയെ പ്രവർത്തിപ്പിക്കുന്നു. ദിസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് സ്റ്റിയറിംഗ് വീൽ, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആൻഡ് സ്റ്റിയറിംഗ് ലിങ്കേജസ്. ഈ സിസ്റ്റത്തിലും സ്റ്റിയറിംഗ് വീൽ, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, സ്റ്റിയറിംഗ് ലിങ്കേജസ് എന്നിവ ഉണ്ടായിരിക്കും. വർക്കിംഗ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം യൂസസ് എ പമ്പ് ടു പ്രൊഡ്യൂസ് ദി ഹൈഡ്രോളിക് പ്രഷർ. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൽ ഒരു പമ്പിൻ്റെ സഹായത്താലാണ് ഹൈഡ്രോളിക് പ്രഷർ ലഭ്യമാക്കുന്നത്. വെൻ ദ ഡ്രൈവർ ടേൺസ് ദി സ്റ്റിയറിംഗ് വീൽ, ദ കൺട്രോൾ വാൽവ് ഓപ്പൺസ്. ഡ്രൈവർ സ്റ്റിയറിംഗ് വീൽ തിരിക്കുമ്പോൾ കൺട്രോൾ വാൽവ് തുറക്കുന്നു. ഇറ്റ് അലൗസ് ദ പ്രഷറൈസ്ഡ് ഹൈഡ്രോളിക് ഓയിൽ ടു എൻ്റർ വൺ സൈഡ് ഓഫ് ദി ഹൈഡ്രോളിക് സിലിണ്ടർ. ഹൈഡ്രോളിക് പമ്പിൽ നിന്ന് മർദ്ദം കൂടിയ ഹൈഡ്രോളിക് ഓയിൽ ഒരു ഭാഗത്തു കൂടി
ഹൈഡ്രോളിക് സിലിണ്ടറിൽ കടക്കുന്നു. ദിസ് കോസസ് ദ പിസ്റ്റൺ ടു മൂവ് ദ അതർ സൈഡ് ആൻഡ് ഫോഴ്സസ് ദ പിറ്റ്മാൻ ആം ടു സ്റ്റിയർ ദി വീൽ. തൽഫലമായി പിസ്റ്റൺ മറ്റേ ഭാഗത്തേക്ക് നീങ്ങുകയും പിറ്റ്മാൻ ആമിനെ ചലിപ്പിക്കുകയും റോഡ് വീലിനെ തിരിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ്. ഇൻ ഓൾമോസ്റ്റ് ഓൾ മോഡേൺ വെഹിക്കിൾസ് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ഈസ് ഇൻ യൂസ്. പുതിയ വാഹനങ്ങളിലെല്ലാം ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ഈസ് ടു റെഡ്യൂസ് ദി ഡ്രൈവർ എഫേർട്ട് റിക്വയർഡ് ടു സ്റ്റിയർ ദി വെഹിക്കിൾ. ഒരു വാഹനം തിരിക്കാൻ വേണ്ടി ഡ്രൈവർ ഉപയോഗിക്കേണ്ടി വരുന്ന എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത്. ഇറ്റ് യൂസസ് ഇലക്ട്രിക് മോട്ടോർ ഫോർ ദിസ് പർപ്പസ്. ഒരു ഇലക്ട്രിക് മോട്ടോറാണ് റോഡ് വീലിനെ തിരിക്കാനായി ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കുക. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം. When the driver turns the steering wheel, the steering angle sensor measures the position of the steering wheel. ഡ്രൈവർ സ്റ്റിയറിംഗ് വീൽ തിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷൻ അളക്കുന്നു. വെഹിക്കിൾ സ്പീഡ് സെൻസർ സെൻസ് ദി സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ. വെഹിക്കിൾ സ്പീഡ് സെൻസർ വാഹനത്തിൻ്റെ സ്പീഡ് സെൻസ് ചെയ്യുന്നു. ദ ടോർക്ക് സെൻസർ സെൻസ് ദ ടോർക്ക് അപ്ലൈഡ് ബൈ ദ ഡ്രൈവർ ഓൺ ദി സ്റ്റിയറിംഗ് വീൽ. ടോർക്ക് സെൻസർ ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ടോർക്ക് അളക്കുന്നു. ദിസ് ഡേറ്റ ഈസ് സെൻഡ് ടു ദി ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഓർ ECU. അതിനുശേഷം ഈ വിവരങ്ങൾ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് അഥവാ ECUവിലേക്ക് അയക്കുന്നു. Based on this information, ECU calculate the required torque to be applied and send a signal to the electric motor. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ECU വാഹനത്തെ തിരിക്കാൻ ആവശ്യമുള്ള ടോർക്ക് കണ്ടുപിടിക്കുകയും ഇലക്ട്രിക് മോട്ടോറിന് കൊടുക്കുകയും ചെയ്യുന്നു. Based on the signal, motor gives the desired torque to the steering gear and turns the wheel. ECUവിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നൽ ഉപയോഗിച്ച് മോട്ടോർ ആവശ്യമുള്ള ടോർക്ക് സ്റ്റിയറിംഗ് ഗിയറിന് നൽകുകയും അങ്ങനെ വീലിനെ തിരിക്കുകയും ചെയ്യുന്നു. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗും ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗും എന്താണെന്ന് വിശദമായി മനസ്സിലാക്കി. ഇനി അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് വൈസ് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഇടതുഭാഗത്തും ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വലതുഭാഗത്തും കാണിച്ചിരിക്കുന്നു. മോർ കോംപ്ലിക്കേറ്റഡ്, ലെസ് കോംപ്ലിക്കേറ്റഡ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് സങ്കീർണമാണ്. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് എളുപ്പമാണ്. വെയ്റ്റ് മോർ, വെയ്റ്റ് ലെസ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഭാരം കൂടുതലാണ്. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗിൽ ഭാരം കുറവാണ്. പ്രോൺ ടു പ്രോബ്ലംസ് ആൻഡ് ഫോൾട്ട്, ലെസ് പ്രോൺ ടു പ്രോബ്ലംസ് ആൻഡ് ഫോൾട്ട്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൽ സ്റ്റിയറിംഗ് പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാകുന്നു. എന്നാൽ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗിൽ സ്റ്റിയറിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുറവാണ്. എക്സ്ട്രാക്ട് പവർ ഫ്രം എൻജിൻ, കൺസ്യൂംസ് പവർ ഫ്രം ബാറ്ററി. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൽ പവർ എൻജിനിൽ നിന്നെടുക്കുന്നു. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗിൽ പവർ ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്നു. ലെസ് ഫ്യുവൽ മൈലേജ്, മോർ മൈലേജ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൽ ഫ്യുവൽ മൈലേജ് കുറവാണ്. എന്നാൽ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗിൽ മൈലേജ് കൂടുതലാണ്. പ്രോബ്ലംസ് ഓഫ് ഫ്ലൂയിഡ് ലീക്കേജ്, നോ ലീക്കേജ് ഓഫ് ഫ്ലൂയിഡ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൽ ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാകുന്നു. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗിൽ ഫ്ലൂയിഡ് ലീക്കേജ് ഇല്ല. മോർ മെയിൻ്റനൻസ് കോസ്റ്റ്, ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. എന്നാൽ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗും ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്
എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. നോട്ടുകൾ എഴുതുകയും അധ്യാപകർക്ക് സബ്മിറ്റ് ചെയ്യുകയും വേണം. സ്റ്റിയറിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് നൽകുകയാണ്. ആക്ടിവിറ്റി കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആക്ടിവിറ്റി: കളക്ട് ദ മോഡൽസ് ഓഫ് വെഹിക്കിൾസ് ഹാവിംഗ് മാനുവൽ സ്റ്റിയറിംഗ് സിസ്റ്റം ആൻഡ് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ വീടിനടുത്തുള്ള വാഹനങ്ങളുടെ മോഡലുകളിൽ ഏതിലൊക്കെയാണ് മാനുവൽ സ്റ്റിയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തി എഴുതുക.